കേരസൂര്യ എന്ന പേരിലൊരു ബ്രാൻഡിൽ വെളിച്ചെണ്ണ വ്യാപകമായി സംസ്ഥാന വിപണിയിലേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. കോതമംഗലം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഈ വെളിച്ചെണ്ണ തയ്യാറാക്കുന്നതെന്നായിരുന്നു അവരുടെ ആ കവറിലുണ്ടായിരുന്നത്. ഫുഡ് സേഫ്റ്റി വിഭാഗം പലതവണ പരിശോധന നടത്തിയിട്ടും അങ്ങനെ ഒരു സ്ഥാപനത്തെക്കുറിച്ച് കോതമംഗലത്ത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പല സ്ഥലങ്ങളിലും ഫുഡ് സേഫ്റ്റി വിഭാഗം പരിശോധന നടത്തി. അങ്ങനെയാണ് അവസാനം കൊല്ലം ഉമയനല്ലൂർ പ്രവർത്തിപ്പിക്കുന്ന ഈ സ്ഥാപനത്തിലേക്ക് എത്തിയത്. ഇവിടെ എത്തിയപ്പോൾ കേരസൂര്യ എന്ന ബ്രാൻഡിലുള്ള വെളിച്ചെണ്ണ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ അവർ നൽകിയിരിക്കുന്ന അഡ്രസ്സ് എന്ന് പറയുന്നത് കോതമംഗലത്തേതാണ്. ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് നമ്പറുണ്ട്. കോതമംഗലത്ത് JMJ ട്രേഡേഴ്സ്, JMJ ആർക്കേഡ്, ബൈപ്പാസ് ജംഗ്ഷൻ, കോതമംഗലം, എറണാകുളം ഡിസ്ട്രിക്ട്, കേരള. ഫുഡ് സേഫ്റ്റിയുടെ നമ്പറും ഉണ്ട്. ഈ നമ്പർ 21 തുടങ്ങുന്ന ഈ നമ്പർ ഫുഡ് സേഫ്റ്റിയുടെ സൈറ്റിൽ അടിച്ച് പരിശോധിക്കുന്ന സമയത്ത് അത് വ്യാജമാണ് എന്നുള്ളത്, അങ്ങനെ ഒരു നമ്പർ ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഓണസമയമാണ്. ഓണത്തിന് നമുക്ക് മലയാളികളെല്ലാം തന്നെ വെളിച്ചെണ്ണ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ വ്യാജമായിട്ടുള്ള ഒരു അഡ്രസ്സിൽ വെളിച്ചെണ്ണ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം ജില്ലാ ഫുഡ് സേഫ്റ്റി ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് ഇവിടെ എത്തി പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. അവർ അതിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമായി ഇവിടുത്തെ സാമ്പിളുകൾ ശേഖരിക്കുകയും അത് പരിശോധനയ്ക്കായി അയക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താൻ ഈ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഏതാണ്ട് 5800 കവറുകളിൽ 900 ഗ്രാമിൻ്റെ വീതമുള്ള 5800 കവർ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവയൊക്കെ തന്നെ തിരിച്ച് ഗോഡൌണിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ഗോഡൌണിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് ഇത് വ്യാജ വെളിച്ചെണ്ണയാണോ എന്ന് സംബന്ധിച്ചൊരു കാര്യത്തിലേക്ക് പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ഈ ഫാക്ടറിക്കുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വലിയ മെഷീൻ ഉപയോഗിച്ച് ഈ വെളിച്ചെണ്ണ നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുമ്പോൾ. നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ തന്നെ വെള്ളം നിറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാങ്കുകളിലാണ് ഇവിടെ വെളിച്ചെണ്ണ സംഭരിച്ചിരുന്നത്. ആ വെളിച്ചെണ്ണ സംഭരിച്ച ശേഷം ഒരു പ്ലാസ്റ്റിക് പൈപ്പ് ഉപയോഗിച്ച് നേരെ പമ്പ് ചെയ്ത് മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് ഈ മെഷീനിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം നേരെ പാക്കറ്റുകളിലാക്കി വിപണിയിലേക്ക് എത്തിക്കുകയാണ്. വലിയ കന്നാസുകളിൽ ഇവിടേക്ക് വെളിച്ചെണ്ണയ്ക്ക് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ എത്തിച്ചിട്ടുണ്ട്. അതിനാൽ ഇത് വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഇത് വെളിച്ചെണ്ണയാണോ മറ്റെന്തെങ്കിലും ഉൽപ്പന്നമാണോ എന്ന് സംബന്ധിച്ചൊരു വ്യക്തതയിലേക്ക് വരിക. ക്യാമറമാൻ ഷാനവാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.